ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇതാ ഈ ഒരു റൈസ് കണ്ടില്ലേ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ കറിയൊന്നും വേണ്ട. നമുക്ക് വല്ല സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യായിക അങ്ങനെയൊക്കെ നമുക്ക് ചില ദിവസങ്ങൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പോൾ അത് ഞാൻ തലേദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് കോഴിമുട്ട വേണം, ഒരു ചെറിയൊരു സബോള വേണം, പിന്നെ ഇതാ മല്ലിയില, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ RKG ആണ്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ നെയ്യിൻ്റെ വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല, അത് കാരണമാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അത് ആ സബോള ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുള്ളി നന്നാക്കി എടുക്കാനൊക്കെ കുറച്ച് പണിയാണല്ലോ, അപ്പോൾ അത് കാരണമാണ് സബോള എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറച്ചൊരു കളറ് മാറുന്ന വരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിൻ്റെ ശേഷം ഇതാ നമുക്ക് നമ്മൾ അരച്ച് വെച്ചൊരു പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൈസൊക്കെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് റൈസാണല്ലോ ഉള്ളത്. ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു എണ്ണ തെളിയണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. നമുക്ക് റൈസിലേക്കും കൂടി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു. ഇനി ഇതാ കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. ഇതെല്ലാം കൂടിയിട്ട് ആ ടേസ്റ്റ് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട് നമുക്ക് നന്നായിട്ട് അതിലിങ്ങനെ മസാല പിടിച്ച് വരണം. അപ്പോൾ നമ്മളത് ഇതിലേക്ക് തന്നെ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി വേറെ ഒഴിച്ച് നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷം നമുക്കതൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്താന്ന് പറഞ്ഞില്ല, അതിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. വെറുതെ ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ച ചോറാണ്, അല്ലാതെ അതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ കൂട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച കാരണം നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ പൊട്ടി പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ വെച്ചിട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പൊട്ടാതെ നല്ല റൈസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ മസാലയൊക്കെ ആ ചോറിലേക്ക് പിടിക്കണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അരമുറി നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് തക്കാളി അല്ലെങ്കിൽ വേറെ പുളിയായിട്ട് തൈര് അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അത് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് മല്ലിയില ഇങ്ങനത്തെ റൈസിലൊക്കെ മല്ലിയില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് വേറെ കറിയുടെ ഒരു ആവശ്യമില്ല, ഈ ചോറ് മാത്രം മതി. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും പിന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ പൊതിഞ്ഞ് കൊണ്ടുപോകാനും ഒക്കെ നല്ല റൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട അത് പൊട്ടിച്ചിട്ടു, അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മല്ലിയില ബാക്കിയും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ മുട്ട പൊരിച്ച മോനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ ഒരു മുട്ട കഴിക്കാൻ പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഇടണില്ലല്ലോ, നമ്മൾ ഉള്ളി അങ്ങനെ ഒന്നും ഇടണില്ലല്ലോ. അപ്പോൾ ഇനി മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കി നോക്കൂ കേട്ടോ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പും ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് വന്ന് പറയണേ. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ വിളമ്പെടുത്തിട്ടുണ്ട്. ഇനി ആ കുണ്ടൻ പാത്രത്തിൽ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കുണ്ടൻ പാത്രത്തിലുള്ള ബിരിയാണിയൊക്കെ നമുക്ക് കിട്ടുക പാലക്കാടൊക്കെ കല്യാണങ്ങൾക്ക് പോയാലാണ് അല്ലേ, അവരിങ്ങനെയാണ് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ബിരിയാണി തരിക. അപ്പോൾ ആ ഒരു ഓർമ്മ വന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചപ്പോൾ പിന്നെ എന്താ നമ്മുടെ മുട്ട പൊരിച്ചതും കൂടി ആക്കി. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്നും കുഴച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറ് അല്ലെങ്കിൽ പപ്പട കച്ചമ്പറ അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ചോറ് മാത്രം മതി. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയില്ലേ, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
അപ്പം ഇനി മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനിയിപ്പോൾ മടി പിടിക്കാനിരിക്കേണ്ട അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയ്യിൽ റൈസൊക്കെ ഇരിക്കേണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. മക്കൾക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കൊതിപ്പിച്ചിട്ട് പോകാമല്ലേ, എന്നാലാണ് ഈ ചെറിയൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.